ഈ +2 എക്സാം മാർച്ചിലല്ലേ? ഓൾ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞാലുടൻ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതാണ് ബുദ്ധി. ഓ, ഡോക്ടറും എഞ്ചിനീയറും അതൊക്കെ പണ്ടല്ലേ. അപ്പൊ ഇന്നോ? ഇന്ന് ലോകം റൺസ് ഓൺ കോമേഴ്സ്. ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി. 21 വയസ്സിൽ ലൈഫ് സെറ്റ്. ലേൺ ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി കോഴ്സ് only from Indian Institute of Commerce, ലക്ഷ്യ. അപ്പൊ എങ്ങനെയാ കോഴ്സ് ഇപ്പൊ തുടങ്ങും? +2 കോമേഴ്സ് തന്നെ ആവണമെന്നില്ല, സയൻസുകാർക്കും ചേരാം. Hello dear students, welcome to Lakshya School Bus. I am Kabir, your computer application faculty. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +2 കൊമേഴ്സിനകത്തെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓണം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് നമുക്ക് നോക്കാം. വിച്ച് ഓപ്പറേറ്റർ ഈസ് യൂസ് ടു ഗെറ്റിംഗ് റിമൈൻഡർ ഡ്യൂറിംഗ് ഡിവിഷൻ? ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററിന്റെ പേരെന്താണ്? ഏത് ഓപ്പറേറ്റർ ആണ് നമ്മൾ റിമൈൻഡർ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ആ ഓപ്പറേറ്ററിന്റെ പേര് മോഡുലസ് ഓപ്പറേറ്റർ എന്നാണ്. മോഡുലസ് ഓപ്പറേറ്റർ ആണ് നമ്മൾ റിമൈൻഡർ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ. ഏതാണ്? മോഡ് ഓപ്പറേറ്റർ ആണ്. എന്താണ് മോഡ് ഓപ്പറേറ്റർ? ഇതാണ് മോഡ് ഓപ്പറേറ്റർ. മോഡുലസ് എന്നാണ് പറയുക, മോഡുലസ് ഓപ്പറേറ്റർ എന്നാണ് പറയുക. മോഡുലസ് ഓപ്പറേറ്റർ എന്നാണ് പറയുക, മോഡുലസ് ഓപ്പറേറ്റർ. ഇതിന്റെ പ്രത്യേകത, ഇപ്പൊ 10 മോഡ് 3 എന്ന് പറഞ്ഞ ആൻസർ എന്താ കിട്ടുക? 10 മോഡ് 3 എന്ന് പറഞ്ഞാൽ 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ എത്ര വരിക? 1 ആണ് റിമൈൻഡർ വരിക. അപ്പോൾ മോഡുലസ് ഓപ്പറേറ്റർ ഏതാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? റിമൈൻഡർ കണ്ടുപിടിക്കുക. ഒരു ഡിവിഷൻ സമയത്ത് റിമൈൻഡർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററിന്റെ പേരെന്താണ്? മോഡുലസ് ഓപ്പറേറ്റർ ആണ്. ഈ മോഡുലസ് ഓപ്പറേറ്റർ ആണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ആൻസർ ഓർത്തു വെക്കുക, മോഡുലസ് ഓപ്പറേറ്റർ ആണ്. മോഡുലസ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, മോഡുലസ് ഓപ്പറേറ്റർ ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, next question. Dash is a reserved word that convey a specific meaning to the language compiler. അപ്പൊ ലാംഗ്വേജ് കമ്പൈലറിന് ഒരു സ്പെസിഫിക് മീനിങ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ വേർഡിനെ എന്താണ് പറയാ? ഏതാണ് ആ വേർഡ്? അപ്പൊ നമുക്കറിയാം, ടോക്കൺസിനകത്ത് നമ്മൾ 5 ടൈപ്പ് ടോക്കൺസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആൻസർ എന്താണ്? ഇവിടെ ആൻസർ എന്താണ്? കീവേഡ് ആണ്. കീവേഡ് ആൻസർ എന്താണ്? കീവേഡ് എന്താണ്? കീവേഡ് റിസർവ്ഡ് വേർഡ് ആണ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഒരു സ്പെസിഫിക് മീനിങ് ലാംഗ്വേജ് കമ്പൈലറിന് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡിനെയാണ് എന്ത് പറയുന്നത്? കീവേഡ് എന്ന് പറയുന്നത്. അപ്പൊ റിസർവ്ഡ് വേർഡ് ആണ്. നമുക്ക് കീവേഡിന് എക്സാമ്പിൾസ് പറയാം. ഇപ്പൊ ഇന്റ് ഒരു കീവേഡ് ആണ്. വോയിഡ് ഒരു കീവേഡ് ആണ്, അല്ലെ? വോയിഡ് ഒരു കീവേഡ് ആണ്. ഫോർ ഒരു കീവേഡ് ആണ്. അപ്പൊ ഇങ്ങനെ ഒത്തിരി 48 കീവേഡ്സും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ എന്താണ് റിസർവ്ഡ് വേർഡ്സ് എന്ന് പറയുന്നതാണ് കീവേഡ്സ്. അപ്പൊ ടോക്കൺസിനകത്ത് 5 ടോക്കൺസ് എന്താണ് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? കീവേഡ്. ഡാഷ് ഇസ് എ റിസർവ്ഡ് വേർഡ് ദാറ്റ് കൺവേ എ സ്പെസിഫിക് മീനിങ് ടു ദി ലാംഗ്വേജ് കമ്പൈലർ. ലാംഗ്വേജ് കമ്പൈലറിന് ഒരു സ്പെസിഫിക് മീനിങ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡിനെ പറയുന്ന പേരെന്താണ്? കീവേഡ് എന്നാണ് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഇസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് ബൈ പെയർ ഓഫ് ഡബിൾ കോഡ്സ്. ഡബിൾ കോഡ്സിനുള്ള ഉള്ളിലുള്ള സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിന് എന്താണ് പറയുക? ഇപ്പോൾ ഹെലോ ആണ്. ഇപ്പൊ ഹെലോ, നമ്മൾ ഹെലോ കൊടുത്തു. അപ്പൊ ഇതിനെന്താ പറയാ? ഇത് പറയുന്നത് സ്ട്രിങ് എന്നാണ് പറയുക. ഇതിന് ആൻസർ എന്താണ്? സ്ട്രിങ് ആണ്. ആൻസർ എന്താണ്? സ്ട്രിങ്. ആൻസർ എന്താണ് മക്കളെ? ആൻസർ സ്ട്രിങ് ആണ്. അപ്പോൾ ഡബിൾ കോഡ്സിനകത്ത് വരുന്ന സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെ, സീക്വൻസ് ഓഫ് ലെറ്റേഴ്സിനെ എന്തോ ആയിരിക്കാം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡബിൾ കോഡ്സിനകത്തുള്ള സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെ നമുക്ക് വിളിക്കുന്ന പേരാണെന്ത്? സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദ പ്രോസസ് ഓഫ് ആക്സസിങ് ഈച്ച് എലമെന്റ്സ് ഇൻ ആൻ അറേ. അല്ലേ? ഒരു അറേയുടെ ഓരോ എലമെന്റിനെയും ആക്സസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? ഇപ്പൊ നമുക്കൊരു അറേ ഉണ്ട്. അറേയിൽ 10 എലമെന്റ് ഉണ്ട്. ആ 10 എലമെന്റിനെയും ഒന്ന് പ്രിന്റ് ചെയ്യുക. അതിനെ പറയുന്ന പേരെന്താണ്? അതിനെ പറയുന്ന പേരാണ് ട്രാവേഴ്സൽ എന്നാണ് പറയുക. ട്രാവേഴ്സൽ. അപ്പൊ അറേ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ എന്താണ്? അറേ ട്രാവേഴ്സൽ ആണ്. അപ്പോൾ വാട്ട് ഈസ് ട്രാവേഴ്സൽ എന്ന് ചോദിക്കാറുണ്ട്. പ്രോസസ് ഓഫ് ആക്സസിങ് ഈച്ച് എലമെന്റ്സ് ഓഫ് എൻ അറേ. ഓരോ എലമെന്റിനെ അറ്റ്ലീസ്റ്റ് വൺസ്, ഒരു തവണ എങ്കിലും എന്ത് ചെയ്യുക? ആക്സസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ആക്സസിങ് ഈച്ച് എലമെന്റ്സ് ഓഫ് എൻ അറേ ഈസ് നോൺ ആസ് ട്രാവേഴ്സൽ. അപ്പൊ അറേ ട്രാവേഴ്സൽ. അപ്പോൾ എന്തായാലും ചോദിക്കുന്ന ഒരു, ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം, ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് എന്താണ് ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നെയിം ഓഫ് ദി ഹെഡർ ഫയൽ റിക്വയർഡ് ഫോർ യൂസിങ് ക്യാരക്ടർ ഫംഗ്ഷൻ.
ക്യാരക്ടർ ഫംഗ്ഷൻ, ഒരുപാട് ക്യാരക്ടർ ഫംഗ്ഷൻസ് ഉണ്ട്. ആ ക്യാരക്ടർ ഫംഗ്ഷൻസ് ഉപയോഗിക്കാനുള്ള ഹെഡർ ഫയൽ ഏതാണ്? അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഹെഡർ ഫയലിന്റെ പേരാണ് CC ടൈപ്പ് എന്നാണ് പറയുക. ആൻസർ എന്താണ്? ആൻസർ എന്താണ്? CC ടൈപ്പ്. അപ്പൊ ഹെഡർ ഫയൽ റിക്വയർഡ് ഫോർ ക്യാരക്ടർ ഫംഗ്ഷൻ. സ്ട്രിംഗ് ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണ്? C സ്ട്രിംഗ് ആണ്. മാത്ത് ഫംഗ്ഷൻ എന്താണ്? C മാത്ത് ആണ്. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? CC ടൈപ്പ് ആണ്. അപ്പൊ ക്യാരക്ടർ ഫംഗ്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഹെഡർ ഫയലിന്റെ പേര് എന്താണ്? CC ടൈപ്പ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻഡ് A of 3. ഈ പറയുന്ന ഒരു അറയുണ്ട്. ആ അറക്കകത്ത് മൂന്ന് വാല്യൂസ് ഉണ്ട് അല്ലെ? അറക്കകത്ത് 3 വാല്യൂസ് ഉണ്ട്. 10 എന്ന് പറയുന്നു, 20 എന്ന് പറയുന്നു. ആ വാല്യൂസ് ഓർത്ത് നോക്കുക. അപ്പൊ ഇതിന് ഇൻഡെക്സ് വാല്യൂ തുടങ്ങുന്നത് 0, 1, 2, 1, 2 അല്ലെ? അപ്പൊ മൊത്തം 3 സെല്ലുകൾ ഉണ്ട്. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് A of 2. A of 2ന്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചത്. A of 2ന്റെ വാല്യൂ എന്താണ്? ഈ അറയുടെ പേര് A ആണെന്നുണ്ടെങ്കിൽ A ആണ്, ഈ അറയുടെ പേര് A ആണെങ്കിൽ A of 2 എന്ന് പറയുന്നത് 30 ആണ്. അപ്പൊ ആൻസർ എന്താ കിട്ടുക? ഇതിന് ആൻസർ എന്താണ്? ആൻസർ എന്താണ്? 30 ആണ് ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ആക്സസിങ് എലമെന്റ്സ് ഓഫ് ആൻ അറേ നിർബന്ധമായിട്ട് നോക്കി വെക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ഫൈൻഡ് ഓഡ് വൺ. ഓഡ് വൺ ആണ്. ഫൈൻഡ് ഓഡ് വൺ എന്താണ്? ഇതിനകത്ത് ഓഡ് വൺ ഏതാണ്? ഓഡ് വൺ POW ABS ഉണ്ട്, STRCPY ഉണ്ട്, SQRT ഉണ്ട്. ഇതിനകത്ത് ഫൈൻഡ് ഓഡ് വൺ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഓഡ് ആയിട്ടുള്ള ഇപ്പോൾ POW അതായത് പവർ അല്ലെ, പവർ എന്ന് കണ്ടുപിടിക്കുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. ABS എന്താണ്? മാത്തമാറ്റിക്കൽ ആബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. SQRT എന്താണ്? മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. പക്ഷേ STRCPY എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ ആണ്? ഒരു സ്ട്രിംഗ് ഫംഗ്ഷൻ ആണ്. സ്ട്രിംഗ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ഓഡ് വൺ ഏതാണ്? STRCPY ആണ്. ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേരിയബിൾ യൂസ്ഡ് in a function definition അകത്ത് ഉപയോഗിക്കുന്ന വേരിയബിളിന്റെ അല്ലെങ്കിൽ ആ ആർഗ്യുമെന്റിന്റെ പേരെന്താണ്? ഒരു വേരിയബിൾ എവിടെ ഉപയോഗിക്കുന്നു? ഫംഗ്ഷൻ ഡെഫിനിഷൻ അകത്ത് ഉപയോഗിക്കുന്നത് ആസ് എൻ ആർഗ്യുമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. അതിനെ പറയുന്ന പേര് ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് ഉപയോഗിക്കുന്ന ആർഗ്യുമെന്റിന്റെ പേരെന്താണ്? അപ്പോൾ ഫംഗ്ഷൻ കോളിംഗിൽ ഉപയോഗിക്കുന്നുണ്ട്, ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് ഉപയോഗിക്കുന്ന ആർഗ്യുമെന്റിന്റെ പേര് എന്താ പറയാ? ഫോർമൽ ആർഗ്യുമെന്റ് എന്നാണ് പറയാ. എന്താ പറയാ? ഫോർമൽ ആർഗ്യുമെന്റ് എന്നാണ് പറയാ. ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്നാണ് പറയാ. എന്താണ്? വേരിയബിൾ യൂസ്ഡ് ഇൻ എ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് ഉപയോഗിക്കുന്ന ആ ആർഗ്യുമെന്റിന്റെ പേരെന്താണ്? ഫോർമൽ ആർഗ്യുമെന്റ്. അപ്പൊ നമുക്ക് അവിടെ വേറൊരു ക്വസ്റ്റ്യനും കൂടി വരാം. എന്താണ് ആക്ച്വൽ ആർഗ്യുമെന്റ്? ഫംഗ്ഷൻ കോളിംഗിനകത്ത് ഉപയോഗിക്കുന്ന ആർഗ്യുമെന്റ് എന്ത് പറയുന്നത്? ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക, 2 ടൈപ്പ് ആർഗ്യുമെന്റ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫോർമൽ ആർഗ്യുമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ആക്ച്വൽ ആർഗ്യുമെന്റ് ഉണ്ട്. അപ്പൊ ആക്ച്വൽ എവിടെ ഉപയോഗിക്കുന്നതാണ്? ഫംഗ്ഷൻ കോളിംഗിനകത്ത് ഉപയോഗിക്കുന്നതാണ്. ഫോർമൽ ആർഗ്യുമെന്റ് എവിടെ ഉപയോഗിക്കുന്നതാണ്? ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് ഉപയോഗിക്കുന്ന ആർഗ്യുമെന്റ് ആണ് എന്ത് പറയുന്നത്? ഫോർമൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ എക്സ്പാൻഷൻ ഓഫ് HTTP. അപ്പൊ ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ഓണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. HTTP എന്ന് പറയുന്നതാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. HTTP എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ എന്താണ്? പ്രോട്ടോകോൾ ആണ്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോളിനെയാണ് എന്ന് പറയുന്നത് HTTP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ HTTPS ഉണ്ട്. അപ്പൊ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ എന്നാണ് പറയുക. HTTPS ഓൾസോ HTTPS എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി വരാം. HTTPS എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ എന്ന് ഓർത്ത് വെച്ചാൽ മതി. സെക്യൂർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ആൻ അറേ. അറേ എന്ന് പറയുന്നത് എന്താണ്? അറേ ഇസ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് എലമെന്റ് in a contiguous memory location. Array is a collection of same type element in a contiguous memory location under a common name. അതിനെയാണ് എന്ത് പറയുന്നത്? അറേ എന്ന് പറയുന്നത്. അറേ എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അറേ? മാത്രമല്ല അറേ ഡിഫൈൻ ചെയ്യാനുള്ള സിന്റാക്സ് എന്ത് ചെയ്യും ചോദിക്കുക. അറേ ഡിഫൈൻ ചെയ്യാനുള്ള സിന്റാക്സ് എന്താണ്? അല്ലെ, ഡാറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ്. എങ്ങനെ പറയാ? ഡാറ്റ ടൈപ്പ് പറയണം, ഡാറ്റ ടൈപ്പ് പറയണം, അറേ നെയിം പറയണം. അതുപോലെ തന്നെ എന്താണ്? സൈസ് നമ്മൾ എന്ത് ചെയ്യണം? പറയണം. അപ്പൊ നമ്മളോട് ചോദിക്കും ഒരു എക്സാമ്പിൾ, ഒരു അറേ ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കും നമ്മളോട്. അപ്പൊ നമ്മൾ എന്ത് പറയാ? ഒരു ഇൻറ്റിജർ ആയിട്ടുള്ള അറേ ഉണ്ടാക്കണം. അതിന്റെ പേരെന്താണ്? നം എന്നാണ്. അതിന്റെ സൈസ് എന്താണ്? 3 ആണെങ്കിൽ അല്ലെ, അപ്പൊ ഇതെന്താണ്? 3 സൈസ് ഉള്ള നം എന്ന് പറയുന്ന അറയാണ്. അപ്പൊ അറേ എന്താണെന്ന് ചോദിക്കും അല്ലെ, അറേ എന്താണെന്ന് ചോദിക്കും, അതിന് ആൻസർ പറയാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഓണം പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു ഷോർട്ട് ടൈമിനകത്ത് ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. വരുന്ന വീഡിയോസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാം. ഓക്കെ, താങ്ക്